ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലപ്പൊഴി ഭാഗത്താണ്. നമ്മളിത് വാർത്തകളിൽ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ മുതലപ്പൊഴി. കാരണം ഈ ഒരു കായലും കടലും ചേരുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു അശാസ്ത്രീയമായിട്ടുള്ള പുലിമൂട്ട് നിർമ്മാണത്തിന് ശേഷം നിരവധി അപകടങ്ങളാണ്. 2002 ശേഷം ഏകദേശം 70ഓളം മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ ഒരു ഭാഗത്ത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ മുതലപ്പൊഴി എന്നല്ല ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത്, മരണപ്പൊഴി എന്നാണ്. കാരണം നിരവധി ആളുകളാണ് ഇത്രയും അടുത്തെത്തിയിട്ട് ഈ കൺമുൻപിൽ അവർക്ക് രക്ഷിക്കാൻ പോലും സാധിക്കാതെ മരിച്ചു വീഴുന്നത്. ഇപ്പോൾ ഈ ഒരു കടൽ പ്രക്ഷുബ്ധമായതിൻ്റെ ഒരു കാരണം നമ്മൾ അവിടെയുള്ള തീരദേശവാസികളോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇവിടുത്തെ മുതലപ്പൊഴിയിലെ ഈ ഒരു പുലിമൂട്ട് നിർമ്മാണം, അശാസ്ത്രീയമായിട്ടുള്ള പുലിമൂട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അത് കാരണമാണ് അവിടെയും കടൽ കയറാനും ഇത്തരത്തിൽ വളരെ ദുരിതമായിട്ടുള്ള ഒരു ജീവിതം അവർക്കും അവിടെ സംഭവിക്കുന്നത്. കടൽ കയറിയിട്ടും വീടുകളും മറ്റും നശിക്കുന്നതും ഇവിടുത്തെ ഒരു നിർമ്മാണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നുള്ള ഇവിടെയുള്ള ആദ്യമേയുള്ള മണൽ ഭാഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുലിമൂട്ടിൽ നിന്ന് തെറ്റി വീണിട്ടുള്ള ഈ പാറകളിലും ഇടിച്ചിട്ടാണ് ആ ഒരു ഭാഗത്ത് എപ്പോഴും അപകടം സംഭവിക്കുന്നത്. നിരവധി ബോട്ടുകളാണ് ആ ഒരു ഭാഗത്തെത്തുമ്പോൾ മറയുന്നതും. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ നിരന്തരം കടലിൽ പോകുന്നവരാണ്. അവർക്ക് കടലിനെ കുറിച്ച് വ്യക്തമായ അറിവും ധാരണയും ഉള്ളവരാണ്. പക്ഷേ ഈ ഒരു നിർമ്മാണം അതിന് പിന്നിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനോടകം നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രയേറെ മരണങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ അധികൃതർക്ക് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനും മറ്റുള്ള മേഖലകളെ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അതിനൊക്കെ അർത്ഥം ഇതൊക്കെ പഠിച്ച് എപ്പോഴാണ് ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ അനുഭവിക്കുന്നത് ഇത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളാണ്. നിരവധി ആളുകളുടെ ജീവനാണ് ഇതിനോടകം നഷ്ടമായത്. ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഈ ഓരോ തവണ ഇവിടെ അപകടം ഉണ്ടാകുമ്പോഴും നിരവധി വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ആളുകൾക്ക് ജീവൻ അപകടം സംഭവിക്കുന്നതിനൊപ്പം തന്നെ നിരവധി അവരുടെ ഉപകരണങ്ങൾക്കും മറ്റുമാണ് കേടുപാടുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെടുന്നതിനൊപ്പം ലക്ഷങ്ങളുടെ ചെലവാണ് അവർക്ക് വരുന്നത്. മാത്രമല്ല ഈ ഒരു പ്രശ്നം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉന്നത സമിതിയെ അടക്കം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പഠനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു മേഖലയിലുള്ള തിരമാലകളുടെ സ്വഭാവം, അതുപോലെ തന്നെ ഒഴുക്ക്, അതുപോലെ മണൽ നീക്കിയതിൻ്റെ ഒരു തോത്, ഇതെല്ലാം തന്നെ ഇപ്പോൾ പഠന വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പഠിച്ച് ഇതിനെന്തായിരിക്കും ഒരു പരിഹാരം എന്ന് കണ്ടെത്തുന്നത് വരെ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു മുതലപ്പൊഴിയോട് ഏറ്റുമുട്ടുന്നത്. അവർക്കറിയാം ഏത് നിമിഷവും അപകടത്തിലാകാം, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം മൂലം അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഉപജീവനത്തിന് മറ്റുമായിട്ട് അവർക്ക് കടലിൽ പോകാതെ വഴിയില്ല. അതുതന്നെയാണ് നമുക്കിവിടെ വന്നാലും കാണാൻ സാധിക്കുന്നത്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഹാർബറുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കടലിൽ പോയി വരുന്ന ബോട്ടുകൾക്ക് തീരത്തോട് അടുക്കുമ്പോൾ നൽകേണ്ട സുരക്ഷ. പക്ഷെ എന്നാൽ ഈ ഒരു മുതലപ്പൊഴി ഇവിടെ ഭാഗത്തായിട്ട് ഇത്തരത്തിൽ പോയി വരുന്ന ബോട്ടുകൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലൊരു പരിഹാരം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഉടനടി ഒരു പരിഹാരം എന്താകുമെന്നുള്ളത് അത് വ്യക്തമല്ല. കാരണം സർക്കാർ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ വർഷവും ഇത്തരത്തിൽ അടിയുന്ന മണൽ നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതിന് ഒരു പരിഹാരം. പക്ഷേ എത്ര നാൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അറിയില്ല. ഏതായാലും അതുവരെ ഇതിനൊരു വ്യക്തമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് മാത്രം നമ്മളിത് വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ മതിയാകില്ല. കാരണം ഇതിനൊരു ഉടനടി ഒരു ശാശ്വത പരിഹാരം തന്നെ വേണമെന്നാണ് ഇവിടെയുള്ള തീരദേശവാസികളും അതുപോലെ തന്നെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം പറയാനുള്ളത്.